വളരെ ഷാർപ്പായിട്ടൊക്കെ നോക്കിട്ടെ. എന്തായാലും ബബിത കലക്കി, എനിക്കറിയാം. കാരണം ഇത്രയും നാളെ നമ്മൾ ഇതൊന്നൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അതിന്റെ ഒരു ചെറിയ ഉള്ളിന്റെ ഉള്ള ഒരു മടിയോട് കൂടിയാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൂടെ വന്നപ്പോ ഇവരെല്ലാരും കണ്ട എത്രയോ സ്വന്തക്കാരെ പോലെ അത്രയും സ്നേഹത്തോടെയല്ലേ അവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കു എടുത്തു തന്ന ഡ്രസ്സും മാലയും വളയെ പറ്റി എന്ത് പറയുന്നു? അടിപൊളി. ഇക്കു അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഇങ്ക്രുന്നാ? ആയിട്ടില്ല. ഇക്കു എടുത്തു തന്ന ഈ മാലയും വളയും ചെരുപ്പല്ല അല്ലേ? ചെരുപ്പ് ഒഴികെ പുതിയത് മേടിച്ചത് മനോരമയുടെ അല്ല. ഇക്കു രാമത് വിഷമുള്ളത് ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. കയ്യിൽ പൈസ വേണം. സ്വർണ്ണത്തിന് ഇത്ര വില കൂടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ അല്ലെ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിയൊക്കെ ചെറിയ ചെറിയ തരിയൊക്കെ എടുത്തു വെച്ചാലും പിന്നെ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം. അപ്പൊ മലബാർ ഗോൾഡിൽ തന്നെ പോണം. വിശ്വാസം അതല്ലേ എല്ലാം. ഓക്കെ, ഞങ്ങളുടെ വീട്ടില് ചേട്ടന്മാരെ മക്കൾക്ക് എല്ലാം കല്യാണത്തിന് മലബാർ ഗോൾഡിൽ നിന്നാണ് സ്വർണ്ണം എടുത്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ എടുത്ത ഡ്രസ്സിനെ പറ്റിയും ഈ ആഭരണത്തെ പറ്റിയും എത്രത്തോളം ബബിതയ്ക്ക് ഇഷ്ടമായോ? അത് എനിക്ക് റെഡാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ റെഡ് എനിക്കിപ്പോ ഇവിടെ വന്നേ പിന്നെ എടുത്തതിലൊക്കെ ഇല്ലാത്ത കളർ എന്ന് പറയണം, വയലറ്റ്. എനിക്കില്ല, നീല അങ്ങനത്തെ ഷെയ്ഡിലുള്ളത് എനിക്ക് കുറവാണ്. എനിക്കില്ല അങ്ങനത്തെ. ഏറ്റവും നല്ല ഡ്രസ്സ് ശരിക്കും ചുരിദാർ തന്നെ. പിന്നെ സാരി ഒരു കുറച്ചൊരു അഴക ഒരു ബോഡി സാരി എല്ലാ ടൈപ്പിലും ഉടുക്കണ അനുസരിച്ചിരിക്കും. അത് കറക്റ്റ്. അത് ഉടുക്കാൻ ബബിതയ്ക്ക് എനിക്കറിയില്ല. മഞ്ജു ചേച്ചിനെ ചേച്ചിനൊക്കെ ഞാൻ എന്ന് ശല്യം ചെയ്യണത് സാരി ഉടുപ്പി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? അവരാണ് ഹെൽപ്പ് ചെയ്ത് എന്ന് ഉടുപ്പിച്ച് തരണത്. അപ്പൊ അവരാണ് ഉടുപ്പിക്കാറുള്ളത്. ആരെ ഉടുപ്പിക്കുന്നത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാം. ധന്യ പെട്ടെന്ന് തന്നെ ഓടിപ്പോയത് ചുരിദാറിന്റെ ഭാഗത്തേക്കാ. സാരി നോക്കിയതേ ഇല്ല. എനിക്ക് ഭാര്യനെ സുന്ദരിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ചുരിദാറാണ് എനിക്ക് അവളിട്ട് കാണുന്നത് ഇഷ്ടം. പിന്നെ എന്റെ ഒപ്പം പോകുമ്പോഴും ചുരിദാറിനതാ എനിക്ക് ഇഷ്ടം. പിന്നെ സാരി മേടിച്ച ബ്ലൗസ് ഒക്കെ തയ്ച്ച് അത് ഒരുപാട് സമയവും പോവും. ഇതാവുമ്പോ കറക്റ്റ് സൈസാണ് കൊണ്ടുവന്നിട്ട ചുരിദാറാ ഞാൻ എടുക്കുള്ളൂ പറഞ്ഞ ഡ്രസ് എടുക്കാൻ പറഞ്ഞ. സലീമിക്കൊക്കെ അറിയാം മസാക്കലി എടുക്കണമെന്നും ഏത് മോഡലാ വേണ്ടെന്നൊക്കെ. അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ നമ്മുടെ ഓഡീഷന് പോകാനും ഇവിടെ വരാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി എടുത്തായിരുന്നു. അപ്പൊ ഇവള് എക്സൽ മസാക്കലി എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ചുരിദാറിന് ഇത്ര ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് സാധാരണ ആരും ഇടാറില്ല. കാരണം സാരിക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് എടുത്തിട്ട് ഞാൻ മനസ്സിൽ കരുതി ഇതുപോലത്തെ കല്ലുള്ള തന്നെ ചെറിയൊരു ഇതാ ഉണ്ടായി. പിന്നെ ഇതില് കണ്ടതില് ഒരുവിധം ബാക്കി കഴുത്തില് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഓർത്താണ് അങ്ങനെ എടുത്തത്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളെ ഈ ചുരിദാറിലും ഇവിടെ വർക്ക് ഓർണമെന്റ്സും കുറച്ച് ഹെവി ആകുമ്പോ തോന്നുക കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് എടുത്തു വെച്ചാൽ. എനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ കുറച്ച് വർക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്താണ്. പിന്നെ ഒരു കാര്യം കൂടി, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് എനിക്കത് ചിരി വന്നു. ബബിത സുന്ദരി കേട്ടോ സലീമിക്ക. ബബിത സുന്ദരി. ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ സുന്ദരിയാണല്ലോ പറഞ്ഞപ്പോ ഇനിയും സുന്ദരി. ഞാൻ പറഞ്ഞ ഇനിയും സുന്ദരിയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വരും. വേറെ ഇതൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. സുന്ദരിയായിട്ട് ഭാര്യ കാണുമ്പോ ഏതെങ്കിലും പാട്ടോർമ്മ വരുന്നുണ്ടോ? മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, അത് പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്, നാണത്തായി ചിരി തൂകും സുന്ദരിയായ മോളാണ്, കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണാണ്. ഈ സലിമൊക്കെ പാടുമ്പോണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് ഭയങ്കര ശ്രുതിയോ അതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഭയങ്കര ഒരു എന്താ പറയാ, അതില് ഭയങ്കര ഫീലുണ്ട് സലിമക്ക. ഈ കേൾക്കുന്ന ഈ കരയരുത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷെ നമ്മൾ കരഞ്ഞു പോകും. എന്തോ അത്രയും ഒരു സാധാരണക്കാരൻ പാടുമ്പോ അല്ല, നമുക്ക് ആ പാട്ടിൽ അത്രയും ഫീലിംഗ് ഒരു തോന്നുന്നുണ്ട്. നിങ്ങൾ ഉള്ളറിഞ്ഞ് പാടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഉള്ളറിഞ്ഞൊരു കലാകാരനാണ്. അല്ല തന്നെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതെന്റെ ഉള്ളിൽ നിന്ന് വന്ന ശരി, നമുക്ക് അടുത്ത കമന്റിലോട്ട് പോകാം. എന്തായാലും ബബിത സുന്ദരിയായിട്ടുണ്ട്. ബബിത സുന്ദരിയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അടുത്ത ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. സലിമൊക്കെ നേരെ ഓടി ആ ചുരിദാർ സെക്ഷനിലോട്ട് പോയി. അതുമല്ല ഓരോ ചുരിദാർ എനിക്ക് തോന്നുന്നു 2-3 എണ്ണം അല്ല എടുത്തെന്ന് തോന്നുന്നല്ലേ. കൊറേ ചുരിദാർ കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിലല്ല ഇതിന് നല്ല സൂപ്പർ ഒക്കെ കൊടുത്തേനെ. എന്നുവെച്ചാൽ ഇക്കുന് എടുക്കണത്
വൃത്തിയായിരിക്കുള്ളൂ. അതെനിക്ക് ഇഷ്ടമായിരിക്കും, കളർ എനിക്ക് ഇല്ലാത്തതുമായിരിക്കും. അത് എടുക്കണേലൊരു ഇതുണ്ട്. ബബിതേക്കാൾ കൂടുതൽ സെലക്ഷൻ സെൻസ് ഉള്ളത് സലിമിക്കാണെന്ന് തോന്നുന്നു. കാരണം ബബിത ഇവിടെ ഇടുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഒത്തിരി ഞങ്ങൾ കണ്ടുള്ള എല്ലാം ഒരുമാതിരി ഡിം ഓഫ് കളേഴ്സ് ആയിരിക്കും. ഒരിക്കലും നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ ബബിത ഇട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഡ്രസ്സ് സെലക്ട് ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗോൾഡിന്റെ കാര്യം ധന്യ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ ചുരിദാറിന് കുറെ നല്ല ഹെവി വർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പം മാല എനിക്ക് തോന്നുന്നു ഇത്രയും ഹെവി വേണ്ടായിരുന്നു തോന്നി. പക്ഷെ നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ അത്രയും ഒന്നും ചിന്തിച്ച് പെട്ടെന്ന് അതും 10 മിനിറ്റ് കൊണ്ട്. പിന്നെ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ കൊള്ളാം. മൊത്തത്തിൽ നല്ല അരേന്റെ വള അത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് ഗോൾഡിന്റെ കാര്യത്തിലാണ് കുറച്ച് നമ്മളിങ്ങനെ ഷോപ്പിംഗ് മാർക്കിടാനിരിക്കുമ്പോൾ ഗോൾഡിന്റെ കാര്യത്തിലാണ് കുറച്ചൊരു കമന്റ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ അല്ലെങ്കിൽ വള കുറച്ചും കൂടെ ചുരിദാറിന് ചേരുന്ന പോലത്തെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വള എടുക്കായിരുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലത്തെ എടുത്തതാണ്. ഡ്രസ്സ് ഷോപ്പ് ചെയ്ത ഭയങ്കര പോസിറ്റീവാണ്. ഓർണമെന്റ്സ് എടുത്തത് നെഗറ്റീവ് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്ന കണ്ടില്ലായിരുന്നു. ഓക്കെ, നന്നായി ചെയ്ത് സലീമിക്ക. നല്ല കളർ സെൻസ് എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എന്നെ പതപ്പിക്കില്ല സലീമിക്ക, അസൽ രാഷ്ട്രീയക്കാരൻ. എന്നെ സോപ്പിംഗ് അവിടെ നിന്ന് അവരോടാ നല്ല പതപ്പിക്കലായിരുന്നു. ഓരോ കാര്യത്തിലും മഴവിൽ മനോരമേനെ പതപ്പിക്കണ്ടായിരുന്നു. അത് വേറെ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. നന്ദിയുള്ളവനായോണ്ടാണ് നമുക്കൊരു അവസരം തന്നെ അവരൊന്ന് വായിച്ചു പറയാനുള്ളത്. കാലക്കച്ചവടമൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ളതാണ്. ഇത് ഇവിടെ ഉറപ്പിക്കാം. അത് ഞാൻ ശ്രദ്ധിച്ച് കച്ചവടം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. അത് നല്ല നമ്പറായിരുന്നു. പിന്നെ നന്നായി ചേരുന്നുണ്ട്. പിന്നെ സാരി അല്ല ചുരിദാറാണ് ഇഷ്ടം എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ എനിക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ആഭരണം വെച്ച് ഓവറായി. അവിടെ നോക്കിയപ്പോ അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായി. അപ്പൊ ഒരു കഴുത്ത് മാത്രമുള്ള പെണ്ണില് ഇത്ര ഉള്ള ഒരു മാല മാത്രം. അപ്പൊ ഞാനോട് ഒരെണ്ണമല്ലേ എടുക്കണുള്ളൂ, അത് ഇത്തിരി ആർഭാടമായിട്ടിരിക്കട്ടെ. പക്ഷെ അതാ ഇവിടെ വർക്കും ഇത് രണ്ടും കൂടി ആയിപ്പോ ഒരു ഭയങ്കര ഇത്. വള എടുത്തപ്പോ ഇത്തിരിയും കൂടി കഴിച്ചതിന് പകരം എടുത്തിരുന്നെങ്കിൽ, പിന്നെ ഇത്തിരി റിങ്സ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പൊ അതില് ആ വളയിൽ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ആ മാല ഓക്കെ ആയാണ്. ബബിതയുടെ കാറ്റ് വാക്ക് അത് പറയാൻ പറ്റില്ല. അല്ല, ആ ബബിതയുടെ ക്യാരക്ടർ, ആ ബോൾഡ്നെസ് അവിടെ കാണായിരുന്നു. നന്നായി ചെയ്തു. കാണാൻ നല്ല രസമുള്ള ചുരിദാറ്. പിന്നെ സലീമൊക്കെ ഇല്ല, ഞാനിപ്പോ ഭാര്യമാര് മറ്റ് ഡ്രസ്സുകൾ, അതായത് ജീൻസും ടോപ്പും ചുരിദാറൊക്കെ ഇടാൻ ഭർത്താക്കന്മാരെ സമ്മതിക്കാറുണ്ടെങ്കിലും മിക്ക ഭർത്താക്കന്മാരും പറഞ്ഞു ഞാൻ കേട്ടുള്ളത് എന്റെ ഭാര്യ സാരി എടുത്ത് കാണാനാണ് എനിക്ക് ഇഷ്ടമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. സലീമൊക്കെ മാത്രമാണ് ഇപ്പൊ വെറൈറ്റി ആയിട്ട്. അതല്ല, എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഈ അടിയിലൊന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മ കുമ്പിട്ടിരുന്നു ഇങ്ങനെയൊക്കെ ഇതാകുമ്പോ വലിച്ചു കയറ്റിട്ട് പാടി പോകണമെന്ന് പറയാനല്ല. ആ സാരി എടുത്താ പിന്നെ ബ്ലൗസ് എടുക്കണം, മടിപ്പാട് എടുക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാവുമ്പോ പ്രശ്നമില്ല, ചുരിദാറാകുമ്പോ എളുപ്പമാണ്. അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ അതല്ല, സാരി ആവുമ്പോ എല്ലാവർക്കും കൊടുക്കാം. ഇത് നമ്മ എടുത്തത് കൃത്യമാണ് അളവ്. അതിനെ നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇച്ചിരി വലുതായി പോയി തോളൊക്കെ ഇറങ്ങി കിടന്നെങ്കിലാ. ഇത് കറക്റ്റ് അല്ലേ, ചരട് പിടിച്ച പോലെ ഒരു റെഡിമെയ്ഡ് ഡ്രസ് എടുക്കാന്ന് പറഞ്ഞാൽ അതിലൊരു ഇത് വേണം ഇല്ലേ? സന്തോഷം. ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ എനിക്കും തോന്നി മാല ഇച്ചിരൂടെ ലൈറ്റ് ആക്കാൻ വരുന്നത് തോന്നി. ആ വർക്ക് വരുമ്പോ കയ്യില് ഇച്ചിരൂടെ വീതിയുള്ള വള എടുക്കാം, കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും ആ അഭിപ്രായം തന്നെയാണ്. നമുക്ക് അപ്പൊ അധികം വലിച്ചു നീട്ടണ്ട. നമുക്കൊരു കാര്യം, ജഡ്ജസിന്റെ കമന്റ്സിലൊക്കെ നിഴലിച്ചു നിൽക്കുന്നത് ഈ മാല കുറച്ച് വർക്ക് കൂടി പോയെന്നുള്ളതാണ്. അതിന് ഇനി എന്തെങ്കിലും മാർക്ക് കുറയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. സലീമക്ക, നമുക്ക് മാർക്സ് ഓർക്കാം. ധന്യ, സലീമയ്ക്ക് ഭാര്യ എങ്ങനെ സുന്ദരി ഈ രൂപത്തിലാണ് തോന്നണെന്ന് സലീമയ്ക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് 9 മാർക്ക്. 9 മാർക്ക്. 8.5. സലീമക്ക, ഞാനും 8.5. 8.5. 34.5. നമ്മളൊരു തർക്കത്തിന് വേണ്ടി ചോദിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഈ ഒരു റൗണ്ട് തൊട്ട് നമ്മളൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംരംഭം തുടങ്ങിയിട്ട് ആരും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ ഉദ്ഘാടനം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ജഡ്ജസ് കൊടുത്ത മാർക്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആണോ, ഇല്ലെങ്കിൽ ഇവർക്ക് അത് തുറന്നു പറയാം. ഇവരോട് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹിഡൻ പാനൽ ഓഫ് ജഡ്ജസിനോട് ചോദിക്കും. ബബിതയ്ക്കോ സലിമിക്കോ, അതിൽ ബബിതയോടാണ് എന്റെ ചോദ്യം. ഈ 34.5, 8.5 3 മാർക്സ് കിട്ടി. ഇതിൽ ബബിത ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? ഉള്ളതുപോലെ പറയാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് മുമ്പ് വന്നുള്ളവരെ കമ്പയർ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് തോന്നുന്നത് ഞാൻ അത്രയും ആയിട്ടില്ല എന്ന് ഓർണമെന്റ്സിന്റെ കാര്യം അവരെടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ അതിൽ നിങ്ങൾ തന്ന മാർക്ക് കുറവാണ്, എനിക്ക് ഇങ്ങോട്ട് 9 താന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ മാർക്കില്. ഇവളെക്കാണെ മോശമായ ജീവ വന്ന് നിന്നപ്പോ 9 കൊടുത്ത് കാണാൻ കൊള്ളൂലാത്ത. അതേന്ന് എന്റെ ഇത്രയും സുന്ദരിയായവൾക്ക് 8.5
ഞാൻ പറഞ്ഞത് ജീവ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സുന്ദരിയാണ്. ജീവക്ക് അത് കൊടുക്കണം. ജീവ നല്ല ക്യാറ്റ് വാക്കും നടത്തി നല്ല പർച്ചേസ് ആയിരുന്നു സാറിന്റെ. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിന് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ജീവൻ ഇവിടെ ഉള്ളതിൽ സുന്ദരി എന്നാണ് ഇവിടെ വിലയിരുത്തണം. അപ്പൊ ജീവക്ക് 9 കൊടുത്തപ്പോ അതിലും സുന്ദരിയാണ് എന്റെ ഭാര്യ എന്ന് വെറുതെ ഞാൻ പറഞ്ഞത്, അല്ലെ തർക്കത്തിന് പറഞ്ഞല്ല. ജീവയല്ല ഇവള് തന്നെയാണ് ഇവിടെ ഏറ്റവും സുന്ദരി എന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതല്ല. ജീവനെ മോശമായിട്ടല്ല പറഞ്ഞത്, ഞാൻ ഒരു കോമഡി പറഞ്ഞാണ്. ഞാൻ മാർക്കിൽ സംതൃപ്തനാണ്. ശരി ശരി, ഓക്കെ. 34.5 ഈ കുടുംബം സന്തുഷ്ടരാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഇനി ചകഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഒരു അടിപിടിക്കും സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ പോവാ. കണ്ടിന്യൂസ് 1 മണിക്കൂർ ഇവിടെ മുന്നിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂ അത്ര നല്ലതല്ലേ, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരിക. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെറുതെ അല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചേട്ടൻ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി വന്ന് വിളിച്ചിട്ട് പോക്കണം. ഇത് ബുദ്ധിമുട്ടാണ്, ഞാൻ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുന്നു. അമ്മച്ചിയുടെ അപ്പോഴത്തെ ഇമോഷണൽ പറഞ്ഞയക്കും. എനിക്ക് 2 ഹാൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ചേട്ടൻ തന്നെ. ചാച്ചൻ മരിക്കുമ്പോഴും അവനെ ഏൽപ്പിച്ചിട്ട് പോണത് നിങ്ങൾ ഒത്തൊരുമിച്ച് പോകണം, സ്നേഹത്തോടെ. പുള്ളി ലാസ്റ്റ് പറഞ്ഞ വാക്കത്ര, വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ മഴവിൽ മനോരമ വന്നതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് ചേട്ടന്റെ മാറ്റം. കാര്യം അവള് ബ്ലാക്ക് സുന്ദരി ആണെങ്കിലും അവൾക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്, ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട്. ചെറിയ ഷോപ്പിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് 1ാം സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ്